കോളിളക്കമുണ്ടാക്കിയ ഡിവൈഎഫ്ഐ നേതാവ് ക്ലാപ്പന അജയപ്രസാദ് വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. സംഭവത്തിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോർട്ട് കണ്ടെത്തിയിരുന്നു. വിധി പ്രഖ്യാപനം മുൻനിർത്തി ക്ലാപ്പനയിലും പരിസരത്തും കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2007 ജൂലൈ 19 വൈകിട്ട് 3:30ഓടെയാണ് ക്ലാപ്പന തോട്ടത്തിൽമുക്കിൽ വെച്ച് ഡിവൈഎഫ്ഐ നേതാവ് ക്ലാപ്പന കുളങ്ങേരത്ത് വീട്ടിൽ അജയപ്രസാദ് ആക്രമിക്കപ്പെട്ടത്. ബൈക്കുകളിലെത്തിയ 6 സംഘം അജയപ്രസാദിനെ വെട്ടിയും കുത്തിയും മാരകമായി പരിക്കേൽപ്പിച്ചു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അജയപ്രസാദ് പിറ്റേ ദിവസം മരണപ്പെടുകയായിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച അജയപ്രസാദ് വധം ക്ലാപ്പനയിലെ സമാധാനാന്തരീക്ഷം ഏറെനാൾ കലുഷിതമാക്കി. കരുനാഗപ്പള്ളി ഡിവൈഎസ്പി കെ വിജയൻ, സിഐ അനിൽദാസ്, എസ്ഐ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കേസന്വേഷണത്തിൽ 6 BJP RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ക്ലാപ്പന സ്വദേശികളായ ശ്രീനാഥ്, രാജീവൻ, സുനിൽ, സബിൻ, ശിവറാം, സനൽ എന്നിവരാണ് പ്രതികൾ. പ്രതികൾക്കുള്ള ശിക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അജയപ്രസാദിന്റെ മാതാപിതാക്കൾ ദൃശ്യാന്യൂസിനോട് പറഞ്ഞു. ഇങ്ങനെ സംഭവം ഉണ്ടാകുന്ന RSകാർ ഇതിലെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാൾ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ പോലീസ് വരുന്നു. ഞാൻ കരുനാഗപ്പള്ളി ചെല്ലുമ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. രാത്രി 3:30 മരിക്കുന്നു. കോടതി വിധി ഇവർക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കുമെന്ന് നമ്മുടെ വിശ്വാസം. പരമാവധി ശിക്ഷ. ഇത്രയും ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നപ്പോൾ അത് വീണ്ടും ഈ മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കാൻ കോടതി മാതൃകാപരമായിട്ടൊരു ശിക്ഷ കൊടുക്കണമെന്നാണ്. ശിക്ഷാപ്രഖ്യാപനം മുൻനിർത്തി ക്ലാപ്പന പഞ്ചായത്തിലെ തോട്ടത്തിൽമുക്ക്, വള്ളിക്കാവ്, പുത്തമ്പുരമുക്ക്, പ്രതികളുടെ വീട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യാന്യൂസ്, കരുനാഗപ്പള്ളി.